റോഡരികിലെ നടപ്പാതകൾ കാൽനടയാത്രക്കാർക്ക് ഭയമേതുമില്ല നടന്നു പോകാൻ നിർമ്മിച്ചതാണ്. സുരക്ഷിതമായിരിക്കണം, അതുകൊണ്ട് തന്നെ ഇവ. പക്ഷേ ഇന്നതാണോ അവസ്ഥ? ഒരാഴ്ചയ്ക്കുള്ളിൽ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ നിർണായകമായ നിരവധി ഇടപെടലുകൾ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ന്യൂസ് 18 അന്വേഷിക്കുകയാണ്. ഇന്ന് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ കാഴ്ചകൾ കാണാം. നടപ്പാതകൾ കാൽനട യാത്രക്കാർക്കുള്ളതാണെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുമ്പോൾ തലസ്ഥാനത്തെ റോഡുകളുടെ അവസ്ഥ എന്താണ്? പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിലുള്ള നടപ്പാതകൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട വാഹനങ്ങളുടെ ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലെ കാഴ്ച ഇതാണ്. ഫുട്പാത്തുകൾ കാൽനട യാത്രക്കാർക്കുള്ളതാണ്. സുരക്ഷിതമായി നടക്കുവാനുള്ള അവരുടെ അവകാശമാണ് പലപ്പോഴും തടയപ്പെടുന്നത്. സ്വകാര്യ വ്യക്തികൾ മാത്രമല്ല, സർക്കാർ സ്ഥാപനങ്ങളും നിയമപാലകരും ഇതിന് തടയിടുന്നുണ്ട്. സുപ്രീം കോടതി വിധിക്ക് ശേഷവും മാറ്റമൊന്നുമില്ല. ഭരണസിരാ കേന്ദ്രം സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റിന് മുന്നിലെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പേട്ടയിലും സ്ഥിതി വ്യത്യസ്തമല്ല. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന വാഹനങ്ങൾ നടപ്പാതകൾ കീഴടക്കിയിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലും സമീപത്തെ സ്കൂളുകളിലും ആശുപത്രികളിലുമൊക്കെ പോകുന്ന കാൽനടക്കാർ തിരക്കേറിയ റോഡിൽ വേണം നടക്കാൻ. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിലെ കാഴ്ചയും ഏറെക്കുറെ സമാനം. നിയമപാലകർ തന്നെ നിയമം ലംഘിക്കുകയാണിവിടെ. ഒരു സാധാരണക്കാരൻ ബൈക്ക് ഫുട്പാത്തിൽ പാർക്ക് ചെയ്തു കഴിഞ്ഞാൽ പെറ്റി ഉറപ്പ്. എന്നാൽ പോലീസ് സ്റ്റേഷന് മുൻപിലെ ഫുട്പാത്തിൽ പോലീസുകാർക്ക് എന്തുമാകാം. ക്യാമറാമാൻ അരുണിനോടൊപ്പം നിതിൻ മോഹൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.